ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു കക്കിറച്ചി റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നോമ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് ചോറിനാനുള്ളൊരു മോഹം കൊണ്ട് ഇന്നിപ്പോൾ കക്കിറച്ചിയൊക്കെ വാങ്ങി റെഡിയാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കക്കിറച്ചി നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ഇത്ര ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്തിട്ട് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റിൽ തന്നെ നമ്മുടെ ഈ വെള്ളമൊക്കെ വറ്റി കക്കിറച്ചി നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാലോ, നല്ലപോലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് സ്റ്റൗ കൂടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക്, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ആണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് കുറച്ച് കൊച്ചുള്ളി, ഒരു 20 കൊച്ചുള്ളി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ സവാള ഉപയോഗിക്കാം. ഞാനിപ്പോൾ കൊച്ചുള്ളി എടുത്തതേ ഉള്ളൂ കേട്ടോ. സവാള ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്ര ഇട്ടിട്ടൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുക. തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ തക്കാളി ചേർക്കുന്നില്ല. ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ പോകുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണമൊക്കെ പോയിന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കക്കിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കക്കിറച്ചി ഇട്ടിട്ട് അപ്പം തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യരുത്. പിന്നെയാണ് നമുക്ക് പണി. അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നാലാണ് കക്കിറച്ചിയിലേക്ക് അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വെറുതെ എന്തോ കഴിക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ സമയം എടുത്തിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് സ്റ്റൗവിൻ്റെ തീ ഒന്ന് ചുരുക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഇളക്കിയിട്ട് ഇതിൻ്റെ ജലാംശം ഓൾറെഡി ഇനി ഉണ്ടാവും ഇതിൽ, അതൊക്കെ പോയി നല്ലപോലെ മുരിഞ്ഞ് വരണം കക്കിറച്ചി. ആ സമയം വരെ ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്താൽ നമ്മുടെ കക്കിറച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.